IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിവരങ്ങളുമായി അനിൽ, ഇന്ന് തീപാറുന്ന ഒരു പോരാട്ടമായിരിക്കുമല്ലോ. ഇരു ടീമുകളുടെയും ആരാധകർ ഇന്ന് വർദ്ധിതാവേശത്തോടു കൂടിയായിരിക്കുമല്ലോ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വന്നു ചേരുക. എന്തൊക്കെയാണ് കളിയുടെ ഈ മണിക്കൂറിലെ വിശേഷങ്ങൾ? ഗോപികൃഷ്ണൻ, മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് ഫൈനൽ പോരാട്ടം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇറങ്ങുന്നത്. 2ാം കിരീടമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പോരാട്ടം. ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർദ്ധിത വീരത്തോടെ തന്നെയായിരിക്കും ആരാധകരെത്തുക, ഇരു ടീമുകളും എത്തുക. കാരണം ഈ സീസണിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ തന്നെയാണ് ഫൈനൽ പോരിനും എത്തിയിരിക്കുന്നത്. ലീഗ് റൗണ്ടിൽ ഈ ടീമുകളാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയത്. ക്വാളിഫയർ 1ലേക്ക് മുന്നേറി ക്വാളിഫയർ 1-ൽ നേരിട്ട് ജയിച്ച കൊൽക്കത്ത ഫൈനലിലെത്തിയപ്പോൾ എലിമിനേറ്റർ ജയിക്കേണ്ടി വന്നു ഹൈദരാബാദിന് ഫൈനലിലെത്താൻ. എന്നിരുന്നാൽ പോലും ഫൈനൽ ഒരു ആവേശ പോരാട്ടം തന്നെയായിരിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. മറ്റൊരു കാര്യം, ഈ മത്സരം നടക്കുന്ന ചെപ്പോക്കിലായതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും ആരാധകർ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ക്വാളിഫയർ 1 മത്സരത്തിലൊക്കെ തന്നെ 2 മത്സരത്തിലൊക്കെ കണ്ടത് ആ ഒരു പ്രശ്നമാണ്. ഇരു ടീമിൻ്റെയും ഹോം ഗ്രൗണ്ടല്ല, അതുകൊണ്ട് തന്നെ ആരാധകരുടെ എണ്ണത്തിലൊക്കെ തന്നെ വലിയ കുറവുണ്ടായി. ഫൈനലിലും ഒരുപക്ഷെ ചെന്നൈയുടെ മത്സരങ്ങളെപ്പോലെ തന്നെ ആരാധകരുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ട്രാവലിംഗ് ഫാൻസായി ധാരാളം പേര് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രൗണ്ടിലെ ഉശിരൻ പോരാട്ടത്തിന് കലക്കൻ സപ്പോർട്ട് ഗാലറിയിൽ നിന്നുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനായിരുന്നു. അവരാണ് കുറച്ചുകൂടി തമിഴ്നാടിന് അയൽപ്പക്കത്തുള്ളത്, അതുകൊണ്ട് അവരുടെ ഫാൻസാണ് കൂടുതലെന്ന്. പക്ഷേ ഷാറൂഖ് ഖാനും KKR, ഗൗതം ഗംഭീർ എന്നൊക്കെ പേരുകൾ കൊണ്ട് ഒരു പക്ഷേ KKR ഫാൻസും ധാരാളം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെയൊക്കെ വന്നപ്പോൾ ധാരാളം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യ ഓപ്പണിംഗ് മാച്ചസിനൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ 10 മണി തൊട്ട് തന്നെ ആരാധകർ വരുന്ന കാഴ്ചയാണ് കണ്ടത്. കച്ചവടക്കാരുമാലും മറ്റ് ഈ സ്റ്റേഡിയം കാണാൻ വരുന്ന ആളുകളൊക്കെ ആയിട്ട് തന്നെ വലിയൊരു തിരക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെയില്ല. റോഡിലൊക്കെ തന്നെ സുഗമമായി വണ്ടികൾ പോകുന്നു. സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു നിര തന്നെ കാണാമെന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഉച്ച കഴിഞ്ഞതിന് ശേഷം ആരാധകർ കൂട്ടത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു ചൂടാണ്, ഹ്യൂമിഡ് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് ആരാധകരൊക്കെ തന്നെ ഒരു 5 മണിക്കും 6 മണിക്കൊക്കെ ശേഷമാണ് എത്തിയത്. ഇന്നും ഏതാണ്ട് ആ നേരം എത്തുമ്പോൾ ആരാധകർ വരും. സ്റ്റേഡിയം തിങ്ങി നിറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഉശിരം പോരാട്ടം, ഫൈനലിനൊത്ത ഒരു പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗോപികൃഷ്ണൻ, ഏതായാലും അനിൽ, നമുക്ക് ഈ ഫൈനൽ നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപ് ആരാധകർ എത്തിത്തുടങ്ങുന്ന മണിക്കൂർ മുതൽ തന്നെ തത്സമയം ആ വിവരങ്ങളൊക്കെ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫൈനൽ മത്സരം എല്ലായിടത്തും കാണികൾ ആവേശത്തോടുകൂടി കാണുന്ന മത്സരമാണ്. ആരായിരിക്കും ഇത്തവണ IPL കിരീടം ഉയർത്താൻ പോകുന്നതെന്നത് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ട് പ്രേക്ഷകർക്കൊപ്പം തുടരാം ഇന്ന് മുഴുവൻ, അല്ലേ? തീർച്ചയായിട്ടും ഒരൊട്ടും തന്നെ ഇവിടെയുള്ള ആവേശം ഒട്ടും തന്നെ ചോരാതെ പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24 സജ്ജമാണ്. ഞാനുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ക്യാമറമാൻ ശ്രീകാന്താണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രാക്ടീസിൻ്റെ ആവട്ടെ, ആരാധകരുടെ പ്രതികരണങ്ങളേതാവട്ടെ, ഒപ്പം തന്നെ മലയാളി ആരാധകരടക്കം ധാരാളം എത്തുന്നൊരു സ്ഥലമാണ്. അപ്പോൾ സഞ്ജു പുറത്തായതിൻ്റെയൊക്കെ തന്നെ ആവേശം നമ്മൾ സംപ്രേഷണം ചെയ്തു. അങ്ങനെയൊക്കെ ധാരാളം നമ്മൾ ഈ മത്സരത്തിൻ്റെ ആവേശം ഒട്ടും തന്നെ ചോരാതെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ കേരളത്തിലെ ആരാധകർക്ക്, 24ൻ്റെ എല്ലാ ആരാധകർക്കും പ്രേക്ഷകർക്കും എത്തിക്കാൻ തന്നെ നമ്മൾ സജ്ജമാണ്. അതിനുള്ള വിവരങ്ങൾ, അത് തന്നെ അതിൻ്റെ കണക്കുകളാവട്ടെ, ഓരോ ബോളിൻ്റെ ആവേശം ഒക്കെ തന്നെ കൊടുക്കാനുണ്ട്. പ്രതികരണങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകളുടെ വലിയ തിക്കി നിറഞ്ഞ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. ഇന്നും അത്തരം കാഴ്ചകൾ ഒരു ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഇന്ന് തീ പാറുന്ന ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുന്നത്. ആരാധകർ വർദ്ധിത ആവേശത്തോടുകൂടി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അവിടെ നിന്നുള്ള ഈ ഫൈനൽ മത്സരത്തിന്റെ മുഴുവൻ ആവേശവും ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി അനിൽ വാസുദേവ് ചെന്നൈയിൽ നിന്നുമുണ്ട്. അനിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇതുവരെ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.